ഡിമെൻഷ്യ എന്നാൽ മറവിയും ഓർമ്മക്കുറവും മാത്രമല്ല മറ്റ് പല ലക്ഷണങ്ങളും ഉണ്ടെന്ന് ഞാൻ മുൻപേ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും ടോപ്പ് 10 ആയിട്ടുള്ള നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട 10 ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേന്ന് വെച്ചാൽ ലൂസിങ് ബാലൻസ് ആൻഡ് ഫാളിങ്. നമ്മൾ നടക്കുമ്പോൾ ബാലൻസ് പോകുന്നതായിട്ട് അനുഭവപ്പെടുക, ഇടയ്ക്കിടെ വീഴുക, പിന്നെ സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ഒരു ഇംബാലൻസ് അനുഭവപ്പെടുക. രണ്ടാമത്തെ ലാംഗ്വേജ് ആൻഡ് സ്പീച്ച് ഇഷ്യൂസ്. സംസാരിക്കുമ്പോൾ വാക്കുകൾ മറന്നു പോവുക, അല്ലെങ്കിൽ വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക, അല്ലെങ്കിൽ ഒരു വാചകം പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുക. ഇതൊക്കെ മറ്റു ലക്ഷണങ്ങളാണ്. ചേഞ്ചസ് ഇൻ പേഴ്സണാലിറ്റി. വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ വരിക. അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആയിരിക്കില്ല അത്. നമ്മൾ പലപ്പോഴും പറയുന്ന കേൾക്കാം, അയ്യോ അച്ഛനോ അമ്മയോ ഇങ്ങനെ ആയിരുന്നില്ല, ഇപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ട് പെരുമാറുന്നുള്ളത്. ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുക, ആവശ്യമില്ലാതെ വിഷമിക്കുക, ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുക. ഈ ചേഞ്ചസ് ഒക്കെ വരുന്നത് ഡിമെൻഷ്യയുടെ ഒരു ലക്ഷണമാണ്. ലോൺലിനെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി. ഇത് മൂന്നും ഒന്നിച്ച് വരാം, അല്ലെങ്കിൽ പലതായിട്ട് വരാം. എപ്പോഴും ഒരു ഏകാന്തത പോലെ തോന്നുക, ഒറ്റപ്പെടൽ തോന്നുക, വളരെയധികം വിഷമിച്ചിരിക്കുക. ഇതൊക്കെ പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടാവില്ല, പക്ഷേ ഇതൊക്കെ ഡിമെൻഷ്യയുടെ ഒരു വൺ ഓഫ് ദ സിംറ്റംസ് ആണ്. പാരനോയാണ് മറ്റൊരു ലക്ഷണം. അകാരണമായിട്ട് സംശയം, ഏതിനെയും സംശയിക്കുക. എന്നെ ആരും അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ സാധനങ്ങളൊക്കെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നു, എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു, അങ്ങനെ അകാരണമായിട്ടൊരു ഭയം, ഒരു വിഭ്രാന്തി, ഇതും ഡിമെൻഷ്യയുടെ മറ്റൊരു ലക്ഷണമാണ്. ഈസിലി അഗ്രവേറ്റഡ് ആൻഡ് അജിറ്റേറ്റഡ്. പെട്ടെന്ന് ദേഷ്യപ്പെടുക, ഏതിനും വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുക, അകാരണമായിട്ട് വഴക്ക് പിടിക്കുക, ഉറക്കെ അലറുക, എന്തെങ്കിലും സാധനങ്ങളൊക്കെ വലിച്ചെറിയുക. ലൂസിങ് ഡയറക്ഷൻസ്. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കൺസേൺ ആണ്. വീടിന് പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള വഴി മറന്നു പോവുക, വഴി തെറ്റുക. ഇത് ഡിമെൻഷ്യയുടെ ആരംഭ സ്റ്റേജ് തൊട്ട് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും സംഭവിക്കാം. പിന്നെ പുറത്ത് എവിടെയെങ്കിലും ഡ്രൈവ് പോകുകയാണെന്നുണ്ടെങ്കിൽ വഴി മറന്നു പോവുക, പിന്നെയും ഒരേ വഴിയിലൂടെ തന്നെ വീണ്ടും വീണ്ടും കറങ്ങുക. ഈവൻ വീട്ടിനുള്ളിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത മുറിയിലേക്ക്, അല്ലെങ്കിൽ കിച്ചണിലേക്ക്, അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് പോകാനുള്ള ഡയറക്ഷൻസ് ലൂസ് ചെയ്യുക. ചേഞ്ചസ് ഇൻ വിഷൻ ആൻഡ് ഹിയറിംഗ്. കാഴ്ചയിലും കേൾവിയിലും വ്യത്യാസങ്ങൾ വരിക. കാഴ്ച വ്യക്തമായിട്ട് കാണാൻ പറ്റാതെ വരിക, ചിലപ്പോൾ കാണുന്നതിലൊക്കെ ഒരു കൺഫ്യൂഷൻ വരിക, പിന്നെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റാതെ വരിക. 9ാമത്തേത് മൂഡ് സ്വിങ്സ് ആൻഡ് മൂഡ് ചേഞ്ചസ്. പെട്ടെന്ന് മൂഡ്സ് മാറി മറിയുക. ദേഷ്യം പെട്ടെന്ന് സങ്കടമാവുക, അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് കരയുക, സങ്കടം കഴിഞ്ഞിട്ട് പിന്നെ ദേഷ്യപ്പെടുക, ചിലപ്പോൾ ചിരിക്കുക. ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും മൂഡ്സിൽ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, റിപ്പീറ്റിംഗ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പറയുക, ചോദിക്കുക. ചില വാക്കുകൾ, സെൻറ്റൻസസ് പറയുമ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുക. അതും ഒരു ലക്ഷണമാണ്. ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ, നമ്മളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഡിമെൻഷ്യ ഉണ്ടെങ്കിൽ, നമ്മളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഡിമെൻഷ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾക്ക് ആ ഒരു എംപത്തിയോടുകൂടി, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി, ക്ഷമയായിട്ട് സ്നേഹത്തോടു കൂടി നമ്മൾക്ക് അവരെ അപ്രോച്ച് ചെയ്യാനും കെയർ